ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് വാട്ടർ അതോറിറ്റി എക്സാമിന് ബേസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. സോ നമുക്ക് വാട്ടർ അതോറിറ്റി എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ടും നോക്കുന്ന പാർട്ടിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു സെഷൻ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സെഷൻസ് ഒക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് യു ക്യാൻ വാച്ച് ഫ്രം ദ യൂട്യൂബ് ചാനൽ. എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. സോ ഇന്ന് നമ്മൾ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സ് ആണ്. സോ വിൽ ഗോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് GT എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസേഴ്സ് അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. An oven dried soil having a mass of 200 gram is placed in a pycnometer which is then completely filled with water. ഒരു oven dried soil ഉണ്ട്, അതിന്റെ മാസ് 200 gram ആണ്. അത് പൈക്നോമീറ്ററിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ പൈക്നോമീറ്ററിൽ നമ്മൾ ഫുള്ളി വാട്ടർ വെച്ച് ഫില്ല് ചെയ്യാണ്. The total mass of the pycnometer with water and soil inside is 1610 gram. വാട്ടറും സോയിലും കൂടെ ചേർന്നിട്ടുള്ള പൈക്നോമീറ്ററിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 1600 gram ആണ്. The pycnometer filled with water alone has a mass of 1485 gram. അപ്പം വാട്ടർ മാത്രം ഫില്ല് ചെയ്ത പൈക്നോമീറ്ററിന്റെ മാസ് എന്ന് പറയുന്നത് 1485 gram ആണ്. Then the specific gravity of soil. Specific gravity of the soil എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ A 2 and 2/3, ഓപ്ഷൻ B 3 and 1/3, ഓപ്ഷൻ C 3/8, ഓപ്ഷൻ D 1/3. ആൻസേഴ്സ് അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ചെയ്ത് നോക്കണം. Good evening and welcome to the session. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അതിന് മുന്നേ നമുക്കറിയാം പൈക്നോമീറ്റർ കുറച്ച് വെയിറ്റ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇനിഷ്യലി ഉള്ള വെയിറ്റ് W1 ആണെന്ന് വിചാരിക്കാം, പൈക്നോമീറ്ററിന്റെ മാത്രം വെയിറ്റ്. ദെൻ സെക്കൻഡ് നമ്മൾ പൈക്നോമീറ്ററും സാമ്പിളും കൂടെ ഫില്ല് ചെയ്ത്, സോയിൽ സാമ്പിളോട് ഫില്ല് ചെയ്ത് നമുക്ക് കിട്ടുന്ന വെയിറ്റ് W2 ആണ്. ദെൻ തേർഡ് നമ്മൾ എടുക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ പൈക്നോമീറ്ററിനകത്ത് സോയിൽ സാമ്പിളും പിന്നെ കുറച്ച് ഭാഗം വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് W3 ആണ്. ആൻഡ് W4 എന്ന് പറഞ്ഞാൽ പൈക്നോമീറ്റർ കംപ്ലീറ്റ്ലി നമ്മൾ വാട്ടർ വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് ആണ് W4. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2134 എന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സസിനകത്ത്. W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ W2 മൈനസ് W1 മൈനസ് W3 മൈനസ് W4. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവൻ ഡ്രൈഡ് സോയിൽ ഹാവിങ് എ മാസ് ഓഫ് 200 gram. അതായത് നമുക്ക് സോയിലിന്റെ ഓവൻ ഡ്രൈഡ് വെയിറ്റ് അല്ലെങ്കിൽ മാസ് ആണ് തന്നിരിക്കുന്നത്. വിച്ച് മീൻസ് നമുക്ക് എംടി പൈക്നോമീറ്ററും പൈക്നോമീറ്റർ വിത്ത് സോയിലും ഉണ്ടെങ്കിൽ അത് രണ്ടിന്റെ ഡിഫറൻസ്, അതായത് W2 മൈനസ് W1 ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്, 200 gram തന്നിരിക്കുന്നത് അല്ലേ. ഓവൻ ഡ്രൈഡ് മാസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ആ സോയിലിന്റെ ഇത് പൈക്നോമീറ്റർ മാത്രം, ഇത് പൈക്നോമീറ്ററും സോയിലും കൂടി, അപ്പൊ രണ്ടുകൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് വെയിറ്റ് ഓഫ് സോയിൽ മാത്രം കിട്ടും. സോ ദാറ്റ് ഇസ് ഗിവൺ ആസ് 200 gram. പിന്നെന്താ പറഞ്ഞേക്കുന്ന, പൈക്നോമീറ്റർ വിത്ത് വാട്ടർ ആൻഡ് സോയിൽ, വാട്ടറും സോയിലും കൂടിയുള്ള പൈക്നോമീറ്ററിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് W3 ആണ്. 1610 gram ആണ് വാട്ടറും സോയിലും കൂടിയുള്ള വെയിറ്റ്. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് പൈക്നോമീറ്റർ ഫിറ്റഡ് വിത്ത് വാട്ടർ അല്ല, വാട്ടർ മാത്രം ഫിറ്റ് ചെയ്തിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 1485 gram ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ G is equal to 200 divided by 200 minus W3 വാല്യൂ 1610 minus 1485. So സോൾവ് ചെയ്യുമ്പോൾ you will get the answer as 8/3. 8/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 and 2/3. 3 2 6 7 8 8/3. അപ്പൊ 2 and 2/3 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ A.
ആരെയും കമന്റ് ചെയ്തിട്ടുണ്ടോ? കമന്റ്സ് വരുന്നില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്താൽ മതി? ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. 2 and 2/3 ഫോർമുല ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a higher value of flow index indicates the soil has. ഫ്ലോ ഇൻഡെക്സിന്റെ വലിയ വാല്യൂ സോയിലിനെ എന്ത് പ്രോപ്പർട്ടി ഡിനോട്ട് ചെയ്യുന്നു? ഓപ്ഷൻ എ ലോ ഷിയറിംഗ് സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ഹൈ ഷിയറിംഗ് സ്ട്രെങ്ത്, ഓപ്ഷൻ സി സീറോ ഷിയറിംഗ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ്? ഓപ്ഷൻ എ ലോ ഷിയറിംഗ് സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ഹൈ ഷിയറിംഗ് സ്ട്രെങ്ത്, ഓപ്ഷൻ സി സീറോ ഷിയറിംഗ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ് കറക്റ്റ് ആൻസർ വരിക? ഫ്ലോ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്ലോ ഇൻഡെക്സ് IF is equal to നമ്മുടെ ഇക്വേഷൻ എന്താണ്? W2 minus W1 divided by log to the base 10 N2 by N1. അതായത് ലോഗ് നമ്പർ ഓഫ് ഫ്ലോസിന് ഈക്വൽ ആണ്. അതായത് നമ്മൾ ഫ്ലോ കർവിന്റെ സ്ലോപ്പ് ആണ് ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയും. അതായത് വാട്ടർ കണ്ടന്റ് ഓൺ y ആക്സിസും ലോഗ് നമ്പർ ഓഫ് ഫ്ലോസ് എക്സ് ആക്സിസിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫ് ഉണ്ടാവും. ആ ഗ്രാഫിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയും. സോ ഇതുപോലെ ഒരു സ്ലോപ്പ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫ്ലോ ഇൻഡെക്സ് കൂടുക എന്ന് പറഞ്ഞാൽ ലോഗ് നമ്പർ ഓഫ് ഫ്ലോസ് കുറയുകയാണ് അല്ലേ? നമ്മൾ നമ്പർ ഓഫ് ഫ്ലോസിന്റെ വാല്യൂ കുറഞ്ഞു വരുവാണ്. വിച്ച് മീൻസ് എന്താണ്? നമുക്ക് ഇതിന്റെ ഷിയറിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ലോ ആയിരിക്കും. സോ ലോഗ് ആണ് കുറയുന്നത്. ലോഗ് കൂടുമ്പോഴാണ് ഹയർ, ഈ ലോഗ് N2/N1 വാല്യൂ കുറയുമ്പോഴാണ് നമുക്ക് ഫ്ലോ ഇൻഡെക്സ് വലുത് കിട്ടുക. അതായത് ലോഗ് നമ്പർ ഓഫ് ഫ്ലോസ് കുറവ് മതി. വിച്ച് മീൻസ് നമുക്ക് എന്താണ്? ലോ ഷിയറിംഗ് സ്ട്രെങ്ത് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ എത്ര പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കാം. യെസ്, ഓപ്ഷൻ എ മിക്കവരും പറഞ്ഞിട്ടുണ്ട്, ലോ ഷിയറിംഗ് സ്ട്രെങ്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the maximum permissible value of E in a plane terrain if an 11-meter wide highway passing through flat open country has a horizontal curve of 420-meter radius. Given the design speed is 50 km/h. നമുക്ക് മാക്സിമം പെർമിസിബിൾ വാല്യൂ ഓഫ് ഇ അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ പ്ലെയിൻ ടെറൈനിലാണ് കണ്ടുപിടിക്കുന്നത്. 11 മീറ്റർ വൈഡ് ഹൈവേ ആണ്, ഒരു ഫ്ലാറ്റ് ഓപ്പൺ കൺട്രിയിലൂടെയാണ് പോകുന്നത്. നമുക്ക് ഒരു ഹൊറിസോണ്ടൽ കർവ് ഓഫ് 420 മീറ്റർ റേഡിയസ് ആണ്, ഡിസൈൻ സ്പീഡ് 50 km/h ആണ്. ഓപ്ഷൻ എ E is equal to 0.029, ഓപ്ഷൻ ബി E is equal to 0.028, ഓപ്ഷൻ സി E is equal to 0.027, ഓപ്ഷൻ ഡി E is equal to 0.026. ഓക്കെ, മാക്സിമം പെർമിസിബിൾ വാല്യൂ ഓഫ് ഇ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ഹാവ് ടു യൂസ് എ ഇക്വേഷൻ. മാക്സിമം പെർമിസിബിൾ ആയതുകൊണ്ട് E is equal to v²/225 r ആണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് വെലോസിറ്റി ഇസ് ഗിവൺ ആസ് 50 km/h. 50²/225 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 420 ആണ്. സോ ഡിവൈഡഡ് ബൈ 225 ഇൻറ്റു 420. So answer 0.026. Option D. ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ചെയ്ത് നോക്കി ആൻസർ യെസ്, ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഹൊറിസോണ്ടൽ കർവ്. Assume safe stopping distance is equal to 75 meter on a flat highway section. Setback distance is equal to 10 meter. Setback distance 10 meter ആണ്, safe stopping distance 75 meter ആണ്. നമുക്ക് ഹൊറിസോണ്ടൽ കർവിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
R is equal to S square by 2 into setback distance. Okay, so S stopping distance 75 square divided by 8 into 1. So 8 into 10. So it is 70.3 meter. That is option D. 70 meter ആണ് ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്ന ആൻസർ. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെൽറ്റ ഇൻ സെന്റിമീറ്റർ, ഡ്യൂട്ടി ഡി ഇൻ ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ആൻഡ് ബേസ് പീരീഡ് ബി ഇൻ ഡേയ്സ് ആർ റിലേറ്റഡ് ആസ്. ഡെൽറ്റ സെന്റിമീറ്ററിലാണ്, ശ്രദ്ധിക്കുക സെന്റിമീറ്ററിലാണ്. അതുപോലെ തന്നെ ഡ്യൂട്ടി ഹെക്ടേഴ്സ് പെർ ക്യൂമെക്കിലാണ്. ബേസ് പീരീഡ് ബി ഇൻ ഡേയ്സ് ആണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? Delta is equal to 8.64 B by D. B is equal to 864 D by delta. C. B is equal to 864 delta by D. Option D. D is equal to 8.64 B by delta. Yes, option A 864 B by D. Correct. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D into delta is equal to 8.64 B. ഓക്കെ, ഇവിടെ ഡെൽറ്റയുടെ യൂണിറ്റ് ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ആണ്. ഡിയുടെ യൂണിറ്റ് ഡെൽറ്റ മീറ്ററിലാണ്. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 B by D എന്ന് വരും. ഓക്കെ, ദിസ് ഇസ് ഇൻ മീറ്റർ. മീറ്ററിലാണ് കിട്ടുന്നത്. നമുക്ക് ഇതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 100, ദാറ്റ് ഇസ് 864 B by D centimeter. Option A. Option A is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഡ്യൂട്ടി ഡി ഇസ് 1428 hectares per cubic and base period B is 120 days for an irrigated crop, then delta in meters is given by. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഡെൽറ്റ is equal to 8.64 B by D. യോഗം ചെയ്തിട്ട് പറഞ്ഞുള്ള ഓപ്ഷൻ എ ആണ് പറയുന്നത്. ഓക്കെ, 8.64 ഇൻറ്റു ബിയുടെ വാല്യൂ 120 days divided by 1428. എ ആണോ വരെ ആൻസർ? അല്ലല്ലോ. 0.73 മീറ്റർ എന്ന് വരും. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A tube well having a capacity of 4 meter cube per hour operates for 20 hours each during the irrigation season. ഒരു ട്യൂബ് വെൽ ഉണ്ട്, അതിന്റെ കപ്പാസിറ്റി 4 meter cube per hour ആണ്. അത് 20 hours ഓരോ ഇറിഗേഷൻ സീസണിലും ഓരോ ദിവസം വർക്ക് ചെയ്യും. How much area can be commanded if the irrigation intervals is 20 days and depth of irrigation is 7 centimeter? ഇറിഗേഷൻ ഇന്റർവെൽ 20 ഡേയ്സും അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ 7 സെന്റിമീറ്റർ ആണെങ്കിൽ ഹൗ മച്ച് ഏരിയ നമുക്ക് കമാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ട്യൂബ് വെല്ല് ഇപ്പോൾ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് എത്രയാണ്? 4 meter cube per hour ആണ്. പെർ അവർ ഇത് എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? നമുക്ക് 20 hours വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം
20 hours each day. അപ്പോൾ 20 hours per day. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? 80 മീറ്റർ ക്യൂബ് പെർ ഡേ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കാനായിട്ട് 80 മീറ്റർ ക്യൂബ് ബൈ ഡേ, നമുക്ക് ഡേനെ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് 24 × 60 × 6. അപ്പം 86400 എന്നാണ് ആ വാല്യൂ. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സോ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് you will get the value as 9.25 × 10⁻⁻4 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. നമുക്ക് ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ഹൗ മച്ച് ഏരിയ ഇസ് ടു ബി കമാൻഡ് ആണ്. അതായത് നമുക്ക് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 ബി ബൈ ഡെൽറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് 8.64 ഇൻറ്റു ബേസ് പീരീഡ് എത്ര ആണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇറിഗേഷൻ ഇൻ്റർവെൽ 20 days. അതിൻ്റെ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ എത്രയാണ്? 7 cm ആണ്. സോ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.07 മീറ്റർ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 2468.57 hectares per cubic. എന്ത് കിട്ടി? നമ്മുടെ ഡ്യൂട്ടി കിട്ടി. പക്ഷെ നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ഡിസ്ചാർജ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഈസ് ഈക്വൽ ടു ഡ്യൂട്ടി ഇൻറ്റു ഡിസ്ചാർജ്. ഡ്യൂട്ടീൻ്റെ വാല്യൂ എത്രയാണ്? 2468.57 ഇൻറ്റു 9.25 ഇൻറ്റു 10⁻⁻4. സോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടുക 2.283 ഇൻറ്റു 10⁻⁴. അപ്രോക്സിമേറ്റ്ലി അടുത്ത് വരുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കൂ. റെക്കോർഡഡ് ക്ലാസ് പർച്ചേസ് ചെയ്തവർക്ക് എപ്പോഴാണ് GT ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ക്ലാസ്സസ് അവൈലബിൾ ആവുക? ഉടൻ തന്നെ നമുക്ക് അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫീൽഡ് വാസ് സപ്ലൈഡ് വിത്ത് വാട്ടർ ഫ്രം ആൻ ഇറിഗേഷൻ ടാങ്ക് അറ്റ് എ റേറ്റ് ഓഫ് 120 liters per second. നമുക്ക് ഒരു ഫീൽഡിൽ വാട്ടർ സപ്ലൈ ചെയ്തിട്ടുള്ള റേറ്റ് ആണ് 120 liters per second to irrigate an area of 2.5 hectares. 2.5 hectares ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റേറ്റിൽ നമ്മൾ വെള്ളം കൊടുത്തേക്കുന്നത്. ഡ്യൂറേഷൻ ഓഫ് ഇറിഗേഷൻ ഇസ് 8 hours. 8 hours ആണ് ഡ്യൂറേഷൻ. It was found that the actual delivery at the field, which is about 4 kilometers from the tank, was 100 liters per second. ഈ 120 liters per second നമ്മൾ റേറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ആക്ച്വൽ ഡെലിവറി എത്രയാണ്? 4 കിലോമീറ്റർ മാറിയുള്ള ഫീൽഡിൽ 100 liters per second ആണ്. The run of loss in the field was estimated as 800 meter cube. അപ്പോൾ നമ്മുടെ ഫീൽഡിലുള്ള റൺ ഓഫ് ലോസ് എന്ന് പറയുന്നത് 800 meter cube ആണ്. Then the application efficiency ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വാട്ട് ഇസ് ആപ്ലിക്കേഷൻ എഫിഷ്യൻസി? ആപ്ലിക്കേഷൻ ഇറിഗേഷൻ എഫിഷ്യൻസിയിൽ വരുന്നതാണ്. സോ ദ ഇക്വേഷൻ ഇസ് വാട്ടർ ഇൻ ദ റൂട്ട് സോൺ. എത്രത്തോളം വാട്ടർ റൂട്ട് സോണിൽ വന്ന് കളക്റ്റഡ് ആയി, അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ എത്ര ഫീൽഡിലേക്ക് ഡെലിവർ ചെയ്ത് കൊടുത്തു. ഡെലിവേർഡ് ടു ഫീൽഡ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 120 ലിറ്റർ പെർ സെക്കൻഡ് ഉള്ളത് നമുക്കൊരു എത്ര 4 കിലോമീറ്റർ മാറിയുള്ള ഫീൽഡിൽ കൊണ്ടു കൊടുക്കുമ്പോൾ 100 liters per second കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വാട്ടർ ഫീൽഡിൽ റീച്ച് ചെയ്തു അല്ലെ ഡെലിവർ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാം. സോ വാട്ടർ റീച്ച് ദ ഫീൽഡ്, എത്രത്തോളം വെള്ളം ഫീൽഡിൽ എത്തി എന്നുള്ളത് കണ്ടുപിടിക്കാം. നമുക്ക് ഇത് പോകുന്ന എത്രയാണ്? ഫീൽഡിൽ എത്തിയത് 100 liters per second ആണ്. 100 liters per second എത്ര ഡ്യൂറേഷൻ? 8 മണിക്കൂർ അല്ലേ? അത് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 3660 × 8 മണിക്കൂറാണ്. സോ 8 മണിക്കൂറിന് 60 × 60 ചെയ്താൽ നമുക്ക് സെക്കൻഡ്സ് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ലിറ്റേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടും. ആ ലിറ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മീറ്റർ ക്യൂബിലേക്കാകും. 2880 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ ഇത്രയുമാണ് ഫീൽഡിൽ എത്തിയത്. നമുക്ക് വാട്ടർ ഇൻ ദ റൂട്ട് സോൺ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് വാട്ടർ ഇൻ ദ റൂട്ട് സോൺ ഇസ് ഈക്വൽ ടു നമുക്ക് ഫീൽഡിൽ വന്നത് മൈനസ് എത്രയാണ് റൺ ഓഫ് ലോസ്? 800. അപ്പോൾ എത്ര വരും? നമുക്ക്
2080 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 2080 ഡിവൈഡഡ് ബൈ 2880 ഇൻറ്റു 100. ഓക്കെ, സോ നമുക്ക് ഏകദേശം 72%. ഓപ്ഷൻ ബി. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഫീൽഡിൽ റീച്ച് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്തു? ലിറ്റേഴ്സ് പെർ സെക്കൻഡിലുള്ളതിന് മീറ്റർ ക്യൂബിലേക്ക് മാറ്റി. അതിന് ടൈം നമുക്ക് തന്നിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. യൂണിറ്റ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എത്ര റീച്ച് ഫീൽഡിലെത്തി, അതിൽ എത്ര നമുക്ക് റൂട്ട് സോണിലോട്ട് പോയെന്നുള്ളത് നമ്മുടെ നമ്മുടെ റൺ ഓഫ് ലോസസ് കുറച്ചെടുത്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A canal was designed to supply the irrigation needs of 1,200 hectares of land, growing rice of 140 days base period, having a delta of 134 centimeter. If this canal water is used to irrigate wheat of base period 120 days and having delta of 52 centimeter, the area in hectares can be irrigated. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അതായത് ഒരു പർട്ടിക്കുലർ ക്രോപ്പ് ഇത്രയും ഡെൽറ്റ, ഇത്രയും ബേസ് പീരീഡ്, അത് റൈസ് ചെയ്യാനായിട്ട് ഇത്രയും ടൈം വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ക്രോപ്പ് റൈസ് ചെയ്യാൻ എത്ര ടൈം വേണം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട റിലേഷൻഷിപ്പ് A1 delta 1 by B1 is equal to A2 delta 2 by B2. ഓക്കെ, അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏരിയ ആണ്. ആദ്യത്തെ ഏരിയ എത്രയാണ്? 1200. അവിടെ എത്ര സെന്റിമീറ്റർ വരെ നമ്മുടെ ലാൻഡ് ഗ്രോയിങ് റൈസ് ഓഫ് 140 സെന്റിമീറ്റർ, റൈസിന്റെ 140 centimeter days base period having delta of 134 centimeter. So delta 134 centimeter divided by base period എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 140 days is equal to 8 നമുക്ക് അറിയത്തില്ല, ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. B2 എന്ന് പറയുന്നത് 120 days, 120 days അല്ല, ഡെൽറ്റ 2 എന്ന് പറയുന്നത് 52 days by B2 എന്ന് പറയുന്നത് 120 days. ഓക്കെ, സോ അതിൽ നമുക്ക് ആരാണ്? A2 മാത്രമാണ്. 1200 ഇൻറ്റു 134 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 140. സോ നമുക്ക് ചെയ്യുമ്പോൾ 2650 ഹെക്ടേഴ്സ് എന്ന് വരും. ഓപ്ഷൻ എ. Next question നോക്കാം. The total irrigation depth of water required by certain crops in its entire growing period is 150 days. That is 25.92 centimeter. Total irrigation depth of water ഒരു certain crop കാര്യം കൊണ്ട് കൊടുത്തതാണ്. The cultivable command area for a distributary channel is 1 lakh hectares. Cultivable command area എന്ന് പറയുന്നത് 1 lakh ആണ്. The distributary channel shall be designed for a discharge of. നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടറി ചാനൽ എന്ന് പറയുന്നത് എത്ര ഡിസ്ചാർജ് വരെ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ഓപ്ഷൻ എ ലെസ് ദാൻ 2 ക്യുമെക്സ്, ഓപ്ഷൻ ബി 2 ക്യുമെക്സ്, ഓപ്ഷൻ സി 20 ക്യുമെക്സ്, ഓപ്ഷൻ ഡി മോർ ദാൻ 20 ക്യുമെക്സ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 8.64 B by D. ഇതാണ് ഡെൽറ്റയുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഡി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 8.64 ഇൻറ്റു ബേസ് പീരീഡ് എത്രയാണ് ഇവർക്ക്? ഇറ്റ് ഈസ് 150 days ഡിവൈഡ് ബൈ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25.92 സെന്റിമീറ്റർ ആണ്. സോ മീറ്ററിലേക്ക് മാറ്റാൻ 0.25 മീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് ഡ്യൂട്ടിയുടെ വാല്യൂ കിട്ടും. ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു 5000 hectares per cubic. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇനി ഡിസ്ട്രിബ്യൂട്ടറി ചാനലിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ. So duty is equal to area by discharge.
or discharge is equal to area by duty. Area value എത്രയാണ്? Divided by ഓക്കെ. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തിനേക്കാളും കൂടുതലായി മോർ ദാൻ 20 ക്യൂമെക്സ് ആയിരിക്കും. ഓപ്ഷൻ ഡി. Next question is sprinkler well irrigation system is suitable when land gradient is steep and the soil is easily erodible. Soil is having low permeability, water table is low, crops to be grown have deep root. Okay, അടുത്ത question നോക്കാം. A sprinkler irrigation system is suitable when land gradient is steep and the soil is easily erodible. Soil is having low permeability. Soil water table is low. അതുപോലെ തന്നെ the crops to be grown have deep root. ഓക്കെ, അപ്പൊ എന്താണ്? Okay, land gradient is steep and soil is easily erodible. അടുത്ത question, a canal irrigates a portion of cultivable command area to grow sugarcane and wheat. ഷുഗർക്കെയിനും വീറ്റും കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാൾക്കാർ ഒരു സ്ഥലത്ത് canal irrigates a portion of cultivable command area to grow sugarcane and wheat. The average discharges required to grow sugarcane and wheat are 0.36 and 0.27 cumex respectively. Time factor is 0.9. The required design capacity is. നമുക്ക് ആവറേജ് ഡിസ്ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടൈം ഫാക്ടർ ഉണ്ട്. സോ 0.36 പ്ലസ് 0.27, 0.63 ഡിവൈഡഡ് ബൈ 0.9 വരും. എത്ര വരും ഇതിന്റെ ആൻസർ? Okay, next question. Cultivable command area for a distributor is 2 into 10 raised to 8 meters square. The intensity of crop irrigation is 40%. If core depth and core period for the crop are 14 and 4 weeks, 14 centimeter and 4 weeks respectively, the peak demand discharge. Okay. അപ്പോൾ ഇവിടെ കൾച്ചറബിൾ കമാൻഡ് ഏരിയ തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് ഏരിയ ടു ബി ഇറിഗേറ്റഡ് കണ്ടുപിടിക്കാം. ഇറിഗേറ്റഡ് ഇസ് ഈക്വൽ ടു 2 into 10 raised to 8 meter square ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? 4%, 40% മാത്രം ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഉള്ളൂ. സോ 4/100, സോ വിച്ച് ഇസ് ഈക്വൽ ടു 8 into 10 raised to 7 meter square. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പീക്ക് ഡിമാൻഡ് ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബിഫോർ ദാറ്റ് വോളിയം ഓഫ് വാട്ടർ.
is equal to 8 into 10 raised to 7 into 0.14, 14 centimeter ആണ്. സോ അത് മീറ്ററിലേക്ക് മാറ്റാണ് വോളിയം. അതിവിടെ എന്താണ് 8 into 10 raised to 7 മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയറിന് എന്ത് ചെയ്യും നമ്മൾ ഇൻറ്റു ഒരു ഡെപ്ത്, അതായത് മീറ്റർ ക്യൂബ് എന്ന് കിട്ടും വോളിയം ഓഫ് വാട്ടർ. സോ 112 into 10 raised to 5 മീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇനി ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും നമുക്ക്, വോളിയം ബൈ ടൈം. വോളിയം ബൈ ടൈം. ഓക്കെ, അപ്പം സോറി ഇവിടെ നമുക്ക് വരിക ആൻസർ 112 into 10 raised to 5 ആട്ടോ. വോളിയം ബൈ ടൈം ആണ്. സോ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു വോളിയം ബൈ ടൈം ആണ്. സോ വോളിയം നമുക്ക് 112 into 10 raised to 5 ആണ്. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് നമുക്ക് 4 വീക്സ് ആണ്. സോ വീക്കിനെ ഒരു ഡേയിലേക്ക് മാറ്റാൻ 7 ഇൻറ്റു നമുക്ക് 24 into 60 into 68, 6400 വരും. സോ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 4.629 എന്ന് വരും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. കുറച്ച് ചെയ്യാനുണ്ട് ലെങ്തി. ഇപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഒരു തവണ ഇപ്പം ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കമൻസ് വരുന്നില്ല, എനിക്ക് അറിയത്തില്ല എന്താ പറ്റി. ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ ആണ്, പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ബി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ കമന്റ് തീരെ വരുന്നില്ല, ആദ്യം കുറച്ചൊക്കെ വന്നുകൊണ്ടിരുന്നു. എനിക്കൊന്ന് കുറച്ച് ഇനിയിപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് തിയറിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. മെത്തിമോഗ്ലോബിനീമിയ, ദ ബ്ലൂ ബേബി സിൻഡ്രോം ഇസ് കോസ്ഡ് ബൈ കൺസ്യൂമിംഗ് വാട്ടർ കണ്ടെയ്നിങ് എക്സസ് ഓഫ് ഫ്ലൂറൈഡ്, ഫോസ്ഫേറ്റ്, നൈട്രൈറ്റ്. ഇത് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. മെത്തിമോഗ്ലോബിനീമിയ ഏത്, ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത് എന്തിന്റെ കൂടുതൽ കൺസംഷൻ കാരണം ഉണ്ടാവുന്നതാണ്? കമന്റ് ചെയ്യൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ. Option C, nitrate. Next question. Hardness of water is caused by the presence of which one of the following in water? ഏതിന്റെ വാട്ടറിലുള്ള പ്രസൻസ് കാരണമാണ് ഹാർഡ്നെസ് ഉണ്ടാകുന്നത്? ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ്, കാൽസ്യം ആൻഡ് മഗ്നീഷ്യം, നൈട്രേറ്റ് ആൻഡ് നൈട്രേറ്റ്, സോഡിയം ആൻഡ് പൊട്ടാസ്യം. യെസ്, ഓപ്ഷൻ ബി കാൽസ്യം ആൻഡ് മഗ്നീഷ്യം ആണ് കറക്റ്റ് ആൻസർ. Next question. Bacteriological examination of drinking water for E. coli is performed because E. coli എന്തിനാണ് പെർഫോം ചെയ്യുന്നത്? E. coli ടെസ്റ്റ്, ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ആയ E. coli ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്? They are pathogenic, causing intestinal diseases. Their presence indicated viral contamination of water. They are used as an indicator organism for probable presence of pathogens. They represent unique indicator organism for sewage pollution. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അതായത് നമുക്ക് പാത്തജൻസിന്റെ പ്രസൻസ്, പ്രോബബിൾ പ്രസൻസ് ഓഫ് പാത്തജൻസ് കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആണ് ഈ കോളി എന്ന് പറയുന്നത്. Okay, option C. Next question. Temporary hardness of water is caused by dissolved carbon dioxide, bicarbonates and carbonates of calcium and magnesium, bicarbonates of sodium and potassium, carbonates of calcium and magnesium.
അവിടെ ടെമ്പററി ഹാർഡ്നെസ് ആണ് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question, the most important water quality parameter used for domestic use of water is carbonate hardness, non-carbonate hardness, coliform group of organism, chlorides. ഏതാണ് കോളിഫോം ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിന്റെ പ്രസൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ. Then the presence of fluorides in water greater than permissible level of 1.5 milligram per liter causes cardiovascular diseases, methemoglobinemia, hepatitis, dental fluorosis. 1.5 ppm കൂടുതൽ നമ്മുടെ ഫ്ലൂറൈഡ് കൂടി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്? ഡെന്റൽ ഫ്ലൂറോസിസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകും. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the presence of fluoride in water greater than permissible level of 1.5 milligram per liter causes cardiovascular diseases, methemoglobinemia, hepatitis, dental fluorosis. Dental fluorosis. Next question, alkalinity of water can be defined correctly in one of the following ways. Alkalinity definition ആണ് ചോദിച്ചിരിക്കുന്നത്. It is a measure of ability of water to neutralize oxygen. Oxygen neutralize ചെയ്ത് കളയാനുള്ള വാട്ടറിന്റെ എബിലിറ്റി. It's a measure of ability of water to neutralize carbonates. Carbonates-നെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വാട്ടറിന്റെ എബിലിറ്റി. The presence of ions in water that will neutralize hydrogen ions. നമുക്ക് വാട്ടറിൽ ഉണ്ടാകുന്ന കുറച്ച് അയോൺസിനെ പ്രസന്റ് ചെയ്യും, so that it will neutralize hydrogen ions. It's a measure of ability of water to neutralize hydroxides. Hydroxides neutralize ചെയ്യുന്ന വാട്ടറിന്റെ ക്വാളിറ്റി എന്നും പറയാൻ പറ്റും. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? Okay, it's the presence of ions in water that will neutralize hydrogen ions. Option C ആണ് correct answer. Correct ആണ് കേട്ടോ. Next question, MPN is a measure of which one of the following? Coliform bacteria, BOD5, DO, hardness. ഇതിന്റെ എന്തിന്റെ മെഷർ ആണ് MPN ഇൻഡെക്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം കോളിഫോം ബാക്ടീരിയയുടെ മെഷർമെന്റ് ഇൻഡെക്സ് ആണ് MPN, most probable number. The microbial quality of treated pipewater supplies is monitored by microscopic examination, plate count of heterotrophic bacteria, coliform MPN test, identification of all pathogens. Treated water pipewater supplies in the microbial quality നമ്മൾ coliform MPN test വഴിയാണ് കണ്ടുപിടിക്കുന്നത്. Okay, next question. Two samples of water A and B have pH of 4.4 and 6.4 respectively. How many times sample A is more acidic than sample B? Okay, അപ്പോൾ സാമ്പിൾ എയുടെ 4.4ഉം സാമ്പിൾ ബിയുടെ 6.4ഉം ആണ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരെ 2 എന്നുള്ളതാണ്. സോ 10⁻², that is 100. ഓപ്ഷൻ സി. Next question നോക്കാം. An accurate estimate of average rainfall in a particular catchment area can be obtained. ഒരു catchment ഏരിയയിലെ പർട്ടിക്കുലർ catchment ഏരിയയിലെ റെയിൻഫോളിന്റെ accurate estimate, ആവറേജ് റെയിൻഫോളിന്റെ accurate estimate എങ്ങനെ കിട്ടും? Arithmetic mean method, isohedral method, normal ratio method, Tyson polygon method. Yes, option B, isohedral method. Isohedral method ആണ്. Option B. Next question, which one of the following correctly defines aciclude? Aciclude, a saturated deformation of earth material which not only stores water but also yields it in sufficient quantity. A deformation through which only seepage is possible and thus the yield is insignificant compared to an aquifer. A geological formation which is neither porous nor permeable. A geological formation which is essentially impermeable to the flow of water. ഇവിടെ നമുക്ക് അക്യുഫർ എന്താണ്, അക്യുക്ലൂഡ് എന്താണ്, അക്യുചാർഡ് എന്താണ്, അക്യുഫ്യൂജ് എന്താണെന്നൊക്കെ അറിയാം. അപ്പൊ ആദ്യം അക്യുചാർഡ് നോക്കാം. അതായത് നമുക്ക് ഈ പറഞ്ഞ സീപ്പേജ് മാത്രം പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ബി എന്ന് പറയുന്നത്, അതായത് ഈൽഡ് വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു
എന്താണ് നമുക്ക് ഒരു അക്വിഫറിനെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും? അക്വിറ്റാർഡ് എന്ന് പറയും. അക്വിറ്റാർഡിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് സീപ്പേജ് മാത്രമേ നടക്കത്തുള്ളൂ. സീൽഡ് എന്ന് പറയാം. ഇപ്പൊ ഹീൽഡ് എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കന്റ് ആണ് അക്വിഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അക്വിറ്റാർഡ് ആണ്. അക്വിറ്റാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീപ്പേജ് മാത്രം, അക്വിറ്റാർഡ് ആയിരുന്നു അത്. അക്വിറ്റാർഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് അക്വിക്ലൂഡ് ആണ്. അക്വിക്ലൂഡിനകത്ത് ഇംപെർമിയബിൾ ആണ്. ഇംപെർമിയബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ടു ദ ഫ്ലോ ഓഫ് വാട്ടർ. സോ ദിസ് ഇസ് അക്വിക്ലൂഡ്. അപ്പൊ കറക്റ്റ്ലി നമുക്ക് അക്വിക്ലൂഡിനെ ഡിഫൈൻ ചെയ്യുന്ന ഓപ്ഷൻ ഡി ആണ്. ഇനി അക്വിഫ്യൂജ് ഉണ്ട്. വാട്ടറും ഇല്ല, അതുപോലെ തന്നെ വാട്ടർ ഈൽഡ് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അതിനെയാണ് അക്വിഫ്യൂജ് എന്ന് പറയും. ഓക്കെ, neither porous nor permeable. ഇതാണ് അക്വിഫ്യൂജ്. Next question. Mean precipitation of an area is best obtained from gauged amounts by arithmetic mean method, Tyson method, linearly interpolated isohedral method, orographically weighted isohedral method. Orographically weighted isohedral method ആണ് correct answer. Then double mass curves are used to check the consistency of precipitation record as a basis for stormwater analysis to determine average rainfall over an area to indicate rainfall distribution. Double mass curve actually നമുക്ക് നമ്മുടെ precipitation-ന്റെ error ഒക്കെ മാറ്റാൻ വേണ്ടി, അതായത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഹൈഡ്രോളജിക്കൽ ടേംസും റിലേഷൻഷിപ്പും തന്നിട്ടുണ്ട്, നമുക്ക് മാച്ച് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് തൈസൺ പോളിഗൺ ആണ്, രണ്ടാമത്തത് മാസ് കർവ്, മൂന്നാമത്തത് ഹൈറ്റോഗ്രാഫ്, നാലാമത്തത് ഡാഡ് കർവ്. ഓക്കെ, അപ്പൊ ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ ഓവർ ആൻ ഏരിയ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഇസ് റിലേഷൻഷിപ്പ് ഓഫ് റെയിൻഫോൾ ഇന്റൻസിറ്റി വേഴ്സസ് ടൈം. അതെന്തായാലും എന്താണെന്നറിയാം, ഐസോ ഹൈറ്റ് ആണ് നമുക്ക്. സോ സി ഇസ് 2. ഓക്കെ, പിന്നെ ഇനി അടുത്ത് എന്താണ് പറയുന്നത്? മാസ് കർവ്. മാസ് കർവ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് റെയിൻഫോൾ ആൻഡ് ടൈം ആണ്. സോ ബി ഇസ് 3. ഇനി ഹൈറ്റോഗ്രാഫ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡാഡ് കർവ്. ഡാഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിംഗ് കർവ്, റിലേഷൻഷിപ്പ് ഓഫ് റിവർ റൺ ഓഫ് ആൻഡ് ടൈം, ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ ഓവർ ആൻ ഏരിയ. അതാണ് കറക്റ്റ് ആൻസർ. ഡാഡ് കർവ് ഉണ്ട്, തൈസൺ പോളിഗൺ ഉണ്ട്. അപ്പൊ ഡാഡ് കർവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്താണ്? ഫോളിംഗ് കർവ് ആണ്. ആൻഡ് ഹൈറ്റോഗ്രാഫ് ഓൾറെഡി പറഞ്ഞു. തൈസൺ പോളിഗൺ എന്ന് പറഞ്ഞാൽ ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ ഓവർ ആൻ ഏരിയ. Orographic rain occurs when air is cooled sufficiently as a result of lifting due to low over a mountain barrier, relative movement of two large air masses, violent upthrow of air arising from localized heating, cyclonic conditions. Orographic rain എപ്പോഴാണ് ഉണ്ടാവുന്നത്? യെസ്, ലിഫ്റ്റിംഗ് ഡ്യൂ ടു ഫ്ലോ ഓവർ എ മൗണ്ടൻ. ഓറോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ മൗണ്ടൻ ഉണ്ടോ എന്ന് നോക്കുക അതിനകത്ത്. Next question, the rainfall hydrograph showing the variation of which one of the following? Cumulative depth of rainfall, rainfall depth with area, rainfall intensity with time, rainfall intensity with cumulative depth of rainfall. So option C, rainfall intensity versus time ആണ് ഹൈറ്റോഗ്രാഫ് നമുക്ക് തരുന്നത്. അടുത്തത് അത് ഫോളോയിങ് തന്നെയാണ്. അനിമോമീറ്റർ, റെയിൻ സിമുലേറ്റർ, ലെസിമീറ്റർ, ഹൈഗ്രോമീറ്റർ. അനിമോമീറ്റർ വിൻഡ് സ്പീഡാണ്, A4 ആണ്. റെയിൻ സിമുലേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അവിടെ വരിക? റെയിൻ സിമുലേറ്റർ ഇൻഫിൽട്രേഷൻ. ദെൻ ലെസിമീറ്റർ എന്ന് പറയുന്നത് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ആണ്. ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ, പിന്നെന്താണ്? ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് aridity index AI? aridity index ഇതിനകത്ത് ഏതാണ് പറയുന്നത്? AET minus PET minus AET divided by PET into 100, PET by AET into 100, AET by PET into 100, AET minus PET by AET.
ഇവിടെ AET എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇവാപ്പോ ട്രാൻസ്ഫറേഷൻ ആണ്. PET പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്ഫറേഷൻ നടത്തിയിരിക്കുന്നു. സോ അരിഡിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ വരിക? PET പൊട്ടൻഷ്യൽ ഇവാപ്പോ ഇവാപ്പോ അരിഡിറ്റി ഇൻഡെക്സ് ആണ് പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്ഫറേഷൻ ആക്ച്വൽ ഇവാപ്പോ ട്രാൻസ്ഫറേഷൻ മൈനസ് ചെയ്യുക ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്ഫറേഷൻ ഇൻറ്റു 100. ദാറ്റ് ഇസ് അരിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. കുറേ തിയറി ഉണ്ട് ഇതിനകത്ത് പഠിക്കാൻ. Next question, for a comfortable travel on highways, the centrifugal ratio should not exceed. Comfortable traffic എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രിഫ്യൂഗൽ റേഷ്യോ ആണ് V²/RG = E+F. ഈ റിലേഷൻഷിപ്പ് എടുക്കാം. ഇവിടെ നമുക്ക് E അറിയത്തില്ല, നമുക്ക് F അറിയായിരിക്കും. എഫും ഇയും ഒന്നും പറഞ്ഞിട്ടില്ല, ബട്ട് യു ക്യാൻ ടേക്ക് E as 0.07 ആൻഡ് F as 0.15. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് V²/RG = 0.07 പ്ലസ് 0.15, 0.22. Option C, 0.22. Next question, grade compensation on a horizontal curve on highway is not necessary when the grade is flatter than 4%, steeper than 4%, flatter than 6%, steeper than 6%. എന്താണ് കറക്റ്റ് ആൻസർ വരിക? എപ്പോഴാണ് നമുക്ക് വേണ്ടാതെ വരുന്നത് നമ്മുടെ grade compensation when the gradient is flatter than 4%? Option A. Okay, next question നോക്കാം. The length of a transition curve is proportional to, നമുക്കറിയാം ഹില്ലി റീജിയൻ വന്നു കഴിഞ്ഞാൽ V²/R ആണ്. പ്ലെയിൻ വന്നു കഴിഞ്ഞാൽ 2.7 V²/R ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ ആണെങ്കിൽ നമുക്ക് V³/CR, ദാറ്റ് ഇസ് 80/75 പ്ലസ് V. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ V³/CR എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് വെച്ച് ചെയ്യാം. ഏകദേശം V²/R. ഓപ്ഷൻ ബി വരും. മറ്റേ ഫോമുലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അത് നമ്മുടെ കുടുംബപരമായിട്ടുള്ള ഫോമുല അല്ല. അതുകൊണ്ട് ഓക്കെ, നമുക്ക് ട്രാൻസിഷൻ കർവിന് ഉള്ള ആ ഒരു 3 ലെങ്ത് വഴിയുള്ളത് നമുക്കുണ്ട്. V²/R, 2.7 V²/R, പിന്നെ V³/CR, ഇങ്ങനെ 3 എണ്ണമാണ് വരുന്നത്. ഈ 3 ഇക്വേഷനിൽ V²/R ആണ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ഷേപ്പ് ഓഫ് ഗിവ് അവേ സൈൻ ഇൻ ദ ട്രാഫിക് സിഗ്നൽ. ട്രാഫിക് സിഗ്നലിൽ ഗിവ് അവയുടെ സൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗിവ് അവേ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്, ഒരുപാട് തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Rectangle, octagonal, circle ഒന്നുമല്ല. Then next question, the number of vehicles moving in a specified direction on a roadway that pass a given point during a specific unit of time. ഒരു സ്പെസിഫിക് യൂണിറ്റ് ഓഫ് ടൈമിൽ ഒരു സ്പെസിഫൈഡ് ഡയറക്ഷനിൽ റോഡ്വേയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് കടന്നു പോകുന്നു, ദാറ്റ് ഇസ് കോൾഡ് ആസ് ട്രാഫിക് വോളിയം. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ്സിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ട്രാഫിക് വോളിയം ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് പ്രൊഹിബിറ്ററി സൈൻ യൂസ് ഇൻ ട്രാഫിക് സൈൻ. ട്രാഫിക് സൈനിൽ പ്രൊഹിബിറ്ററി സൈനിന്റെ ഷേപ്പ് എന്താണെന്നുള്ളതാണ്. ട്രയാങ്കുലർ, റെക്ടാങ്കുലർ, ഒക്ടഗണൽ, സർക്കുലർ. പ്രൊഹിബിറ്ററി സൈനിന്റെ ഷേപ്പ് എത്രയാണ് വരിക? നിങ്ങൾ ഈ ആൻസർ പറയാത്തതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. യു ക്യാൻ സേ ദ ആൻസേഴ്സ്. യെസ്, ഓപ്ഷൻ ഡി സർക്കുലർ ആണ്. Okay, next question നോക്കാം. The cumulative speed distribution curve is usually adopted for geometric design of highway. The percentile speed adopted for geometric design is 85th percentile speed, 90th percentile speed, 98th percentile speed, 99.9th percentile speed. അപ്പോൾ നമുക്കിവിടെ എന്താണ് ജോമെട്രിക് ഡിസൈന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ജോമെട്രിക് ഡിസൈന് വേണ്ടിയിട്ടുള്ളത് 98th percentile speed ആണ്. ഓക്കെ, ഇനി നമുക്ക് സേഫ് സ്പീഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ 85th ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്ലോ മൂവിങ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ 15th ആണ്. 98, 85, 15 ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ക്രോസ് സ്ലോപ്പ് ഓഫ് എ കൺട്രി ഇസ് 0 to 10%, the terrain is classified as rolling, mountainous, steep, plain. എന്താണ് വരിക? ടെറൈൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്രോസ് സ്ലോപ്പ് ആണ്. അപ്പം നമുക്ക് മെയിൻലി എത്ര ക്ലാസിഫിക്കേഷൻ ആണുള്ളത്? പ്ലെയിൻ, റോളിംഗ്,
mountainous and steep. അപ്പോൾ അതിന് നമുക്ക് റേഞ്ച് ഉണ്ട് 0 to 10, 10 to 25, 25 to 60, greater than 60. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് 0 to 10% വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പ്ലെയിൻ. ഓപ്ഷൻ ഡി പ്ലെയിൻ ആണ്. Next question, to form still water pocket in front of canal head, the following is constructed. Still water pocket ഉണ്ടാക്കാൻ വേണ്ടി ഓപ്ഷൻ എ ഫിഷ് ലാഡർ, ഓപ്ഷൻ ബി ഡിവൈഡ് വാൾ, ഓപ്ഷൻ സി ഡാം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് എഴുതാൻ പറ്റും ഡിവൈഡ് വാൾ എന്ന്. ജസ്റ്റ് നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ കാണാം. ഇതാണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അണ്ടർ സ്ലൂയിസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിവൈഡ് വാൾ ഉണ്ട്, നോർമൽ വെയർ പോർഷൻ, അത് കഴിഞ്ഞ് വിയറിന്റെ ഫിഷ് ലാഡർ ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡിവൈഡ് വാൾ ആണ് വാട്ടർ പോക്കറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഡൈവേർഷൻ വർക്ക്സിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് മീഡിയം സലൈൻ വാട്ടർ അറ്റ് 25 degrees Celsius is of the order 50 to 100 μmol per centimeter, 250 to 750, 100 to 250, 750 to 1500. ഇപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമുക്ക് മീഡിയം സലൈൻ വാട്ടറിന്റെ ആണ് വേണ്ടത്. മീഡിയം ആകുമ്പോൾ 250 to 750 ആണ്. ഒരു ടാബുല കോളം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. സോ യു വിൽ ബി ഹാവിംഗ് ലോ സലൈൻ വാട്ടർ. അതുപോലെ മീഡിയം സലൈൻ വാട്ടർ ഉണ്ട്, ഹൈ സലൈൻ വാട്ടർ ഉണ്ട്, വെരി ഹൈ സലൈൻ വാട്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ ലോ സലൈൻ വാട്ടറിന് നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ലെസ് ദാൻ 250 ആണ്. മീഡിയത്തിന് 250 to 750 ആണ്. ഹൈ സലൈൻ എന്ന് പറയുമ്പോൾ 750 to 2250 വരും. ആൻഡ് വെരി ഹൈ സലൈൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 2250. ഇവിടെ നമുക്ക് മീഡിയം സലൈൻ ആയതുകൊണ്ട് യു ക്യാൻ ചൂസ് ആൻസർ ഓപ്ഷൻ ബി 250 to 750. ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ടോ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് ചോദിക്കാം. If you are having any doubts ചോദിക്കാവുന്നതാണ്. റിഗാർഡിംഗ് പ്രിപ്പറേഷൻ എന്ത് വേണമെങ്കിലും വാട്ടർ അതോറിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള. സോ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യുവാണ് സോ ദാറ്റ് യു ക്യാൻ ആസ്ക്. ഓക്കെ, സോ ഡിവൈഡ് ബോൾ പ്ലെയിൻ അവിടെ ആൻസേഴ്സ് ശരിക്കും കമന്റ് എനിക്ക് ആ ഒരു ടൈമിൽ ക്വസ്റ്റ്യൻ ടൈമിൽ കാണുന്നുണ്ടായിരുന്നില്ല. ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു ഏതോ ഒരു ക്വസ്റ്റ്യൻ ആയപ്പോൾ പോയ കമന്റ് ആണ്. ഇപ്പോഴാണ് ഞാൻ നിങ്ങൾ കമന്റ് ചെയ്തതൊക്കെ കാണുന്നത്. ഒരുവിധം ആൾക്കാരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ആൻസേഴ്സ്. എനിക്കൊരു 7:14 ഇത് പോയതാണ്, കമന്റ്സ് പോയതാണ്. KW കോഴ്സ് എന്തൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട്. കമന്റുകൾ നോക്കട്ടെ. പ്രൈസ് എത്രയാണ്? സോ ഇഫ് യു വോണ്ട്, അതായത് മന്ത് എൻഡ് ഓഫർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം മന്ത് എൻഡിങ് ആയതുകൊണ്ട് മന്ത് എൻഡ് ഓഫർ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കോഴ്സ് അറ്റ് ഓഫർ പ്രൈസിലൊക്കെ കിട്ടും. അപ്പം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ യു ക്യാൻ കോൺടാക്ട്. Okay, then 0.9 equal 977. Okay.
മാം മെക്കാനിക്കൽ കെമിക്കൽ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ടു ഡിഫിക്കൽട്ട് ടു സ്റ്റഡി. മെക്കാനിക്കൽ പോർഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഒരു 3 to 4 days മെനക്കെട്ടാൽ മതി. ആ മെക്കാനിക്കൽ പോർഷൻസിൽ തന്നെ നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് വരുന്നുണ്ട്. ആ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തിയറിയാണ്. ശരിക്കും നമ്മുടെ പ്രൊജക്ട് മാനേജ്മെന്റ് പോലെ പഠിക്കാൻ പറ്റുന്ന ഓർഗനൈസേഷന്റെ സ്ട്രക്ചറും നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആര്, അങ്ങനെയൊക്കെ ഉള്ള തിയറി പോർഷൻ ആണ്. പിന്നെ ഉള്ളതും എല്ലാം വളരെ എളുപ്പമുള്ള മെക്കാനിക്കൽ പോർഷനാണ്. പിന്നെ കെമിക്കലിന് 15 മാർക്സ് മാത്രമാണ് വെയിറ്റേജ് ഉള്ളത്. അപ്പൊ അതുമൊക്കെ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ഡിവോട്ട് ചെയ്താൽ മതി, സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. സിവിലിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ബിക്കോസ് കൂടുതൽ വെയിറ്റേജും സിവിൽ സബ്ജക്ട്സിനാണ് ഉള്ളത്. സോ അത് ആദ്യം ഒരു രീതിയിലാക്കിയതിന് ശേഷം മെക്കാനിക്കലും കെമിക്കലിലേക്ക് കടക്കാം. മെക്കാനിക്കൽ ഒരു ഹാർഡ്ലി 3 to 4 days മോർ ദാൻ ഇനഫ് ആണ് കേട്ടോ നമുക്ക് പഠിക്കാനായിട്ട്. അത് ടെൻഷൻ അടിക്കേണ്ട, എന്തായാലും പഠിച്ചു തീർക്കാൻ പറ്റും മെക്കാനിക്കല്. കെമിക്കൽ പിന്നെ കുറച്ച് പഠിക്കാനുണ്ട്, കുറേയൊക്കെ നിങ്ങൾ PSCBക്ക് പഠിച്ച പോർഷൻസ് ഉണ്ട്. മാം മെക്കാനിക്കൽ ഓക്കെ, അത് എക്സാം ഡേറ്റ് ചേഞ്ച് ആക്കാൻ ചാൻസ് ഉണ്ടോ? സിലബസ് ഇഷ്യൂ ഇല്ലേ? സിലബസ് ഇഷ്യൂന് ആക്ച്വലി കുറച്ച് ഇത് പോയിട്ടുണ്ട്, അതായത് കുറച്ച് ബാക്കി നമ്മുടെ അതോറിറ്റീസിന്റെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചിട്ട് ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ നമുക്ക് വേണം. നിങ്ങൾ ഒരിക്കലും എക്സാം മാറ്റി വെക്കും എന്നുള്ള രീതിയിൽ പഠിക്കാതിരിക്കരുതും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പെട്ടെന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ ഇതേ സിലബസ് വെച്ച് തന്നെയാണ് എക്സാം നടക്കുന്നതെങ്കിൽ യു വിൽ ഹാവ് ടു ഡെഫിനറ്റ്ലി സഫർ. നമ്മൾ തന്നെ സഫർ ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് വേറെ ആരെയും ഒന്നും കൂട്ടുപിടിക്കാനില്ല. അതുകൊണ്ട് വന്നിരിക്കുന്ന ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ഏർലി സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ സിലബസും ഉണ്ട് ഇപ്പോഴത്തെ സിലബസും ഉണ്ട്, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആദ്യം തന്നെ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എന്ന് വെച്ചാൽ നമുക്ക് പുതിയ സിലബസ് പ്രകാരം പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഇനിഷ്യൽ സ്റ്റേജിൽ മോസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് പോലെ കോമൺ ആയിട്ട് 2 സിലബസിലും വന്നിട്ടുള്ള സബ്ജക്ട്സ് മാക്സിമം കവർ ചെയ്ത് മാറ്റാൻ നോക്കുക. അപ്പൊ നമുക്ക് അത്രയും ടെൻഷൻ വേണ്ട, അത്രയും പാട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. നമുക്ക് ഇതിന്റെ ഡിസിഷൻ ഇനിയും അവൈറ്റിംഗ് ആണ്. ഡിസിഷൻ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പം കൊടുക്കാനുള്ള പ്രൊട്ടസ്റ്റും അതുപോലെ നമുക്ക് കൊടുക്കാനുള്ള റിക്വസ്റ്റും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ ഹാവ് ടു ഡിസൈഡ്, ദേ ഇറ്റ്സെൽഫ് ഹാവ് ടു ഡിസൈഡ്. ഇപ്പൊ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അവരെ അതോറിറ്റീസിന്റെ ഫ്രണ്ടിൽ നമ്മൾ കൊണ്ടുവന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ഇനി നമ്മൾ വർക്ക് ചെയ്യുക, നമുക്ക് നമ്മുടെ എക്സാം ഡേറ്റ് മാറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എക്സാം ഡേറ്റ് മാറ്റും എന്നൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ആരും ഉഴപ്പണ്ട. ഇത് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ചാൻസ് ആക്കി മാത്രം എടുക്കുക. അല്ലാതെ ഇത് ഒരിക്കലും ഇതൊരു നെഗറ്റീവ് സെൻസിൽ എടുത്ത് എക്സാം മാറ്റി വെക്കും എന്ന രീതിയിൽ ഇരുന്ന് നമ്മൾ തന്നെ പുറകോട്ട് വലിക്കാതിരിക്കുക. ഹാർഡ്ലി നമുക്കൊരു 60 days അല്ലെങ്കിൽ 65 days മാത്രമാണ് കിട്ടുക. ആ ഒരു ഡേയ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ പഠിക്കുക. നമ്മളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത്രയും ഡേയ്സിനുള്ളിൽ കെമിക്കൽ പോർഷൻ അതുപോലെ തന്നെ മെക്കാനിക്കൽ പോർഷൻസ് ഒക്കെ ഇങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ. സോ അതിന് മുന്നേ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. ആൻഡ് വി ആർ ദെയർ ടു ഹെൽപ്പ് യു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എൻട്രിയിൽ വാട്ടർ അതോറിറ്റി, കെമിക്കൽ, മെക്കാനിക്കൽ, സിവിൽ സെപ്പറേറ്റ് പാക്കേജസ് ആയിട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഏതെങ്കിലും വീക്ക് ആണ് അല്ലെങ്കിൽ ടോട്ടലി നിങ്ങൾക്ക് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വേണമെങ്കിൽ വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാം കൂടിയിട്ടാണ് നിങ്ങൾക്ക് കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫർ പ്രൈസിൽ നമുക്ക് ഏകദേശം ഓൺലൈനിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം, നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു നമ്പറിൽ താഴെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ആഫ്റ്റർ ദി സെഷൻ വെബിനാർ അറ്റൻഡീസിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്ത് അവർ അതിൻ്റെ ഡീറ്റെയിൽസ് തരും. പിന്നെ ഇപ്പോൾ സെൽഫ് സ്റ്റഡി ഒക്കെ നടത്തുന്നവരാണെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഇപ്പോൾ സിലബസിൽ പല ബ്രാഞ്ചസിലെ സബ്ജക്ട്സ് ഉള്ളതായത് കൊണ്ട് ആ സബ്ജക്റ്റിന്റെ സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രം എടുത്ത് പഠിക്കാൻ നോക്കുക. നമുക്കിനി ബുക്ക് വായിച്ച് പഠിച്ച് കൺസെപ്റ്റ് ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് വാട്ട് യു ക്യാൻ ഡു ഇസ് ദാറ്റ്, എസ്പെഷ്യലി നമുക്ക് വേറെ ബ്രാഞ്ചിന്റെ സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ പറ്റും, പക്ഷെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടി വരാൻ കുറച്ച് ടൈം എടുക്കും. അത്രയും ടൈം നമ്മുടെ ഡിവോട്ട് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കോച്ചിങ്ങിനൊന്നും പോകുന്നത് തെറ്റില്ല. പിന്നെ ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ട് പഠിക്കുക എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. അപ്പൊ എന്തായാലും നോട്ട്സ് കയ്യിൽ ഉണ്ടാക്കി, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി, റിവൈസ് ചെയ്ത് ഫോർമുലാസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പഠിച്ച് തന്നെ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, എൽസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറേ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന്റെ പാർട്ടിൽ. അതിപ്പോൾ ചെയ്ത് കിട്ടിയിട്ടില്ലാത്തവർ നമ്മുടെ ഒരു ഇതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ ഈ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ വീഡിയോ നോക്കിയിട്ട് തന്നെ ചെയ്ത് പഠിക്കാൻ നോക്കുക. ഇനി ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതി എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലൊക്കെ അത്യാവശ്യം എല്ലാം ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ ഒരു പാർട്ടിന്റെ മൊത്തം ഡിസ്കസ് ചെയ്തത്. എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഫുൾ നമ്മൾ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ നമ്മുടെ ആപ്പിലും ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്ത പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് പഠിക്കുക. അതിന് അഡ്വാൻറ്റേജ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ വേറെ ഒന്നും ഡൗട്ട്സ് ഇല്ല എന്ന് വിചാരിക്കുന്നു. സോ എക്സാം മാറ്റുമെന്ന് വിചാരിക്കേണ്ട. എക്സാം ആ ടൈമിൽ തന്നെ നടക്കുമെന്ന് വിചാരിച്ച് പ്രിപ്പറേഷൻ നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, സോ വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.